everyone, welcome to LPJ Live. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2021 മാർച്ച് അതുപോലെ തന്നെ 2021 സേ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഏകദേശം 6ഓളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ കീനായിട്ട് എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സ്ട്രക്ചർ ഇസ് എ ഡാഷ് ഡാറ്റ ടൈപ്പ്. നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഫണ്ടമെന്റൽ, ഡിറൈവ്, യൂസർ ഡിഫൈൻഡ്. ഇത് സേ എക്സാം ഏറ്റവും ലേറ്റസ്റ്റ് 2021 സേ എക്സാമിലാണ്. ഇതിന്റെ ആൻസർ ഇസ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഡിഫൈൻ സ്ട്രക്ചർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2021 സേയില. അപ്പം സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീണ്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. നമുക്ക് അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം ഒന്നും കൂടി. വാട്ട് ഈസ് മെൻ ബൈ മെമ്മറി ലീക്ക് ഇൻ C++ പ്രോഗ്രാമിംഗ്? നിങ്ങൾ ആ ഇയേഴ്സ് നോക്കിയാൽ തന്നെ കാണാം. 2021 2 പ്രാവശ്യം ചോദിച്ചു, 2020 ജൂലൈയിൽ ചോദിച്ചു, പിന്നെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മെമ്മറി ലീക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറി ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ആ ഓപ്പറേറ്റർ വെച്ചിട്ട് അലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറിനെ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് ഫ്രീ ആക്കണം. ഫ്രീ ആക്കിയില്ലെങ്കിൽ അത്രയും മെമ്മറി ഒരു ഓർഫൻഡ് മെമ്മറി ബ്ലോക്കായി മാറും. ഒരു അനാഥ മെമ്മറി ബ്ലോക്കായിട്ട് അവിടെ കിടന്നു പോകും. ഈ മെമ്മറി ബ്ലോക്കിനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്തിരിക്കണം. അലോക്കേറ്റ് ചെയ്തത് ഡി അലോക്കേറ്റ് ചെയ്യാതെ പോകുമ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത്. ഇതിനെയാണ് നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ മെമ്മറി ലീക്ക് നമുക്ക് ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ആൻഡ് കറക്റ്റ് എറർ ഇൻ ദ പ്രോഗ്രാം കോഡ് ഗിവൺ ബിലോ. ദിസ് ഈസ് ഓൾസോ 2021 സേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇൻറ്റിജർ a = 5, ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് സ്റ്റാർ പി. ഫ്ലോട്ടിംഗ് പോയിന്റർ ആണ് ഇതിന്റെ കൊടുത്തേക്കണേ. ദെൻ p = അഡ്രസ് ഓഫ് a എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സി ഔട്ട് പി. അപ്പൊ ഇതിന്റെ എറർ ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റർ ആണ്. പക്ഷേ ഫ്ലോട്ടിംഗ് പോയിന്ററിലേക്ക് അസൈൻ ചെയ്തേക്കുന്നത് ഒരു ഇന്റിജറിന്റെ മെമ്മറി അഡ്രസ് ആണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഇന്റിജർ പോയിന്റർ ആണെങ്കിൽ മാത്രമേ അതിനൊരു ഇന്റിജറിന്റെ മെമ്മറി അഡ്രസ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണം. ഫ്ലോട്ടിന് പകരം നമ്മൾ ഒരു ഇന്റിജർ പോയിന്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻസ്. അപ്പൊ ഞാനിതിൽ ഓൾമോസ്റ്റ് 4 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. 4 അല്ല ആക്ച്വലി, അതിൽ കൂടുതൽ. അതായത് പ്രീവിയസിലേക്ക് വീണ്ടും പോകുമ്പോൾ 18ലും 17ലും ഒക്കെ ഈ മെമ്മറി അലൊക്കേഷൻ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ വന്നിട്ടുണ്ട്. സോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മിക്കവാറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മെമ്മറി അലൊക്കേറ്റ് ചെയ്യപ്പെടുക. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതൊക്കെ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ഇന്റ് എ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്കറിയാം ഈ ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. സോ അത്രയും പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മെമ്മറി ആവശ്യമുണ്ട് എന്നറിയാം. നമുക്കറിയാം ഇന്റിജറിന് 4 ബൈറ്റ്സ് ആണെന്നൊക്കെ അറിയാം. അതേസമയം ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അലൊക്കേഷൻ പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുക. അതായത് പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഫൈൻ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. വിച്ച് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ ഇൻ C++? നമുക്കറിയാം 1 മാർക്ക് ക്വസ്റ്റ്യൻ വെരി ഈസി ആണ്. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് 2021 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് int num is equals to 5, write C++ statements to declare a pointer variable and store the address. അപ്പോൾ in num equal to 5 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മിന്റെ അഡ്രസ് പോയിന്ററിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അത് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇന്റ് സ്റ്റാർ IPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പോയിന്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. IPTR എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്.
പോയിന്റർ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ആ പോയിന്ററിലേക്ക് നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ്സിനെ അസൈൻ ചെയ്തു. IPTR ഈക്വൽ ടു അഡ്രസ് ഓഫ് നം. അതാണ് അതിൽ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഡിഫൈൻ നെസ്റ്റഡ് സ്ട്രക്ചർ വിത്ത് ആൻ എക്സാമ്പിൾ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിന്റെ അകത്ത് വേറൊരു സ്ട്രക്ചറിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നെസ്റ്റിംഗ് എന്ന് പറയും. അത് നമ്മൾക്കറിയാം ഫോറിന്റെ അകത്ത് 4 യൂസ് ചെയ്യണമെങ്കിൽ നെസ്റ്റഡ് ഓഫ് 4 ആണ്. ഇഫിന്റെ അകത്ത് ഇഫ് യൂസ് ചെയ്യണമെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഇഫ് ആണ്. അതേ രീതിയിൽ തന്നെ അപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സെപ്പറേറ്റ്. അതിനുശേഷം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ അകത്തുള്ള ഒരു മെമ്പർ, സ്ട്രക്ചർ മെമ്പർ. ആദ്യത്തേത് ഓർഗനൈസേഷൻ നെയിം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മെമ്പർ ആണ്. രണ്ടാമത്തത് എംപ്ലോയി സ്പേസ് EMP. നിങ്ങൾ ശ്രദ്ധിക്കുക എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ട്രക്ചറാണ്. അപ്പൊ ആദ്യത്തെ സ്ട്രക്ചറിന്റെ ഒരു സ്ട്രക്ചർ വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അകത്ത് എംപ്ലോയി എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് കോൾഡ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. ഫൈൻ. അടുത്തത് കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ. ഇതും 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. നമുക്കൊരു ടേബിൾ ഫോമിൽ തന്നെ ഉണ്ട് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ. അറേസ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. പക്ഷേ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അറേസിൽ ഒരേപോലെയുള്ള എലമെന്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം സ്ട്രക്ചറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്പ്. അറേസില് നമ്മൾ എലമെന്റ്സിനെ റെഫറൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എലമെന്റ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സബ്സ്ക്രിപ്റ്റ് ആണെങ്കില് സ്ട്രക്ചറില് എലമെന്റ്സിലെ സ്ട്രക്ചറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു അറേയുടെ അകത്ത് മറ്റൊരു അറേ വരികയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്നാ പറയുക. പക്ഷെ നമ്മളിപ്പോ തൊട്ട് നേരത്തെ കണ്ടു ഒരു സ്ട്രക്ചറിന്റെ അകത്ത് വേറൊരു സ്ട്രക്ചർ വരികയാണെങ്കിൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. പിന്നെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ സ്ട്രക്ചറിന്റെ കേസിൽ സ്ട്രക്ചറിനെ അറേസ് അതിന്റെ അകത്ത് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡാഷ് ഓപ്പറേറ്റർ യൂസ് ടു അലൊക്കേറ്റ് മെമ്മറി ലൊക്കേഷൻ ഡ്യൂറിങ് റൺ ടൈം. മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ ന്യൂ ഓപ്പറേറ്റർ ആണ്. ഇത് 2020 മാർച്ചിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഡിലീറ്റ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. വാട്ട് ഇസ് എ പോയിന്റർ വേരിയബിൾ? റൈറ്റ് ദ സിന്റാക്സ്. അപ്പൊ നിങ്ങൾ നോക്കുക പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഹോൾഡ്സ് ദി മെമ്മറി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു ലൊക്കേഷന്റെ മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ് പോയിന്റർ. അതിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ ആണ് അതിന്റെ സിന്റാക്സ്. അതായത് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇന്റ് സ്പേസ് സ്റ്റാർ വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം IPTR. ഇപ്പൊ എക്സാമ്പിളിൽ ആദ്യത്തേത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇന്റിജർ പോയിന്റർ ആണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ കാണിച്ചേക്കുന്നത് ഒരു ക്യാരക്ടർ പോയിന്റർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. ഡിഫൈൻ സ്ട്രക്ചർ. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എ സ്ട്രക്ചർ ആൻഡ് എൻ അറേ. ശ്രദ്ധിക്കുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റനെ കോമൺ നെയിമിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു സിന്റാക്സ് നോക്കുക. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വെച്ച് നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ അകത്ത് വേരിയസ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് വേരിയസ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ സിന്റാക്സ് എഴുതാൻ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. പിന്നെ റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് അറേ. നമ്മൾ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ സ്ട്രക്ചർ ആൻഡ് അറേ ടേബിൾ ഫോർമാറ്റിൽ ഡിഫറൻസ് കണ്ടായിരുന്നു. അതിലൊരു 5 ഡിഫറൻസ് കണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു മാർച്ചില. കൺസിഡർ സ്ട്രക്ചർ ഡെഫിനിഷൻ. നമുക്ക് ഇതിലൊരു സ്ട്രക്ചർ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സ്ട്രക്ട് കോംപ്ലക്സ് ഇൻ റിയൽ ഇൻഡിമേജ്. 2 സ്ട്രക്ചർ മെമ്പേഴ്സേ ഉള്ളൂ. അത് 2 സബ് ഡിവിഷൻ ആണ്. ഒന്ന് റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. അപ്പൊ സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ നെയിം വെച്ചിട്ടാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് കോഡിൽ കോംപ്ലക്സ് ആണ് നമ്മുടെ സ്ട്രക്ചർ. സോ ആ കോംപ്ലക്സ് വെച്ചിട്ട് നമുക്ക് ഒരു സ്പേസ് ഇട്ട് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കോംപ്ലക്സ് സ്പേസ് C എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ വേരിയബിൾ ആണ് C. അതല്ല എന്നാണെങ്കിൽ നമുക്ക് തൊട്ട് ഇവിടെ ഞാൻ ഒരു ഓർ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ട് സ്പേസ് കോംപ്ലക്സ് സ്പേസ് C. അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി സെക്കൻഡ് വൺ നോക്കുക. റൈറ്റ് എ C++ സ്റ്റേറ്റ്മെന്റ് ടു സ്റ്റോർ 15 ടു സ്ട്രക്ചർ മെമ്പർ റിയൽ. ഇപ്പൊ റിയൽ എന്ന് പറയുന്ന മെമ്പറിലേക്ക് നമുക്ക് 15 സ്റ്റോർ ചെയ്യണം.
ഇപ്പൊ റിയൽ എന്ന് പറയുന്ന മെമ്പറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ വേണം. നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് സി. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സ്ട്രക്ചർ മെമ്പറിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ സി എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഓപ്പറേറ്റർ റിയൽ അങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുക ഈക്വൽസ് ടു 15. അപ്പൊ സി നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ആണ്. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ റിയൽ എന്ന് പറയുന്ന സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തേക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് 15 കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈ ദ യൂസ് ഓഫ് സ്റ്റാർ ആൻഡ് ആംപേഴ്സിന്റെ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇതിന് ഓരോ പേരുകളുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഇപ്പൊ പോയിന്റർ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യും. ആ പോയിന്റ് ചെയ്യുന്നതിന്റെ വാല്യൂനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അതേസമയം ആംബേഴ്സിന് നമ്മൾ പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിളിലെ അഡ്രസ്സിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ നം ഈസ് ഈക്വൽ ടു 25 സ്റ്റാർ ptr1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നം എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ വേരിയബിൾ, അതിന്റെ വാല്യൂ 25, ptr1 എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ പോയിന്റ്, എന്നിട്ട് ptr1 is equals to address of num എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ptr1 എന്ന് പറഞ്ഞ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് നമ്മിന്റെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോ സി ഔട്ട് സ്റ്റാർ ptr1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ സ്റ്റാർ ptr1. അപ്പം സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. വാല്യൂ അറ്റ് അഡ്രസ് ഓഫ് ptr1. അപ്പൊ ptr1 എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? നമ്മിലേക്കാണ്. സോ നം ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും സ്റ്റാർ ptr1 വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുക. അതായത് സി ഔട്ട് നം എന്ന് കൊടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് സി ഔട്ട് സ്റ്റാർ ptr1 കൊടുക്കാം. ഇത് തന്നെ ഒന്ന് ഡയഗ്രാമാറ്റിക്കലി ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ptr1 ഹോൾഡ് ചെയ്തേക്കുന്നത് നം എന്ന് പറയുന്ന വേരിയബിളിലെ മെമ്മറി അഡ്രസ്. നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ 25 ആണ്, അതിന്റെ മെമ്മറി അഡ്രസ് 1001 ആണ്. പക്ഷെ ptr1 ഹോൾഡ് ചെയ്യുന്നത് 1001 ആണ്. അതായത് ptr1 നം എന്ന് പറയുന്ന വേരിയബിളിന്റെ മെമ്മറി അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഒന്നും കൂടി ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെന്റ്സ് ഹവർ മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ട് ടൈം, ദെൻ അതിൻ്റെ അകത്ത് 3 മെമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം ഹവർ മിനിറ്റ് സെക്കൻഡ് നമ്മൾ ഇന്റിൽ കൊടുത്തു. അത്രേ ഉള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് 2019 മാർച്ചില. 2018 ജൂലൈയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ, വാട്ട്സ് എ പോയിന്റർ, ഡിക്ലെയർ എ പോയിന്റർ ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ് വിത്ത് ദ നെയിം ഓഫ് യുവർ കൺട്രി. പോയിന്റർ നമുക്കറിയാം ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് ഹോൾഡ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ദെൻ ഇനിഷ്യലൈസേഷൻ, ഡിക്ലെയർ എ പോയിന്റർ. ദെൻ രണ്ടാമത്തത് ഡിക്ലെയർ എ പോയിന്റർ. പോയിന്റർ നമ്മൾ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു, കാർ സ്റ്റാർ കൺട്രി. അപ്പൊ കൺട്രി ആണ് നമ്മുടെ പോയിന്റ്. ഈക്വൽസ് ടു ഇനിഷ്യലൈസ് വിത്ത് ദ നെയിം ഓഫ് യുവർ കൺട്രി എന്ന് പറഞ്ഞേക്കണം. ഇനിഷ്യലൈസർ നമ്മുടെ കൺട്രിയുടെ പേര് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് ദി എറേഴ്സ് ഇൻ ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെന്റ്. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രക്ചർ എന്ന് പറഞ്ഞ കീവേഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സ്ട്രക്ചർ നെയിം കൊടുത്തിട്ടില്ല. നമുക്ക് സ്ട്രക്ചർ നെയിം കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു എറർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് മാർക്ക് ഈക്വൽസ് ടു 100. ഒരിക്കലും സ്ട്രക്ചറിന്റെ അകത്ത് നമുക്ക് ഒരു ഇനിഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നോക്കുക, നമ്മൾ സ്റ്റുഡന്റ് സ്ട്രക്ചറിന് ഒരു നെയിം കൊടുത്തു, പിന്നെ ഫ്ലോട്ട് മാർക്ക് ഈക്വൽ 100 എന്നുള്ളത് മാറ്റി ഫ്ലോട്ട് മാർക്ക് എന്ന് മാത്രമാക്കി. ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോ എറർ ഇല്ല. ഫൈൻ. അടുത്തത്, ഹൗ വിൽ യു ഫ്രീ ആൻഡ് അലൊക്കേറ്റഡ് മെമ്മറി. നമുക്കറിയാം നമ്മളൊരു മെമ്മറിനെ അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. അത് ഫ്രീ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോൾ യൂസ് ചെയ്യുന്നത് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഓക്കെ. രണ്ടാമത്തത്, ഡിഫൈൻ എ സ്ട്രക്ചർ കോൾഡ് ടൈം ടു ഗ്രൂപ്പ് ഹവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. ഓൾസോ റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡിക്ലെയർസ് 2 വേരിയബിൾസ്, കറന്റ് ടൈം ആൻഡ് നെക്സ്റ്റ് ടൈം. അപ്പൊ നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ പേര് ടൈം എന്നാണ്. ടു ഗ്രൂപ്പ് ഹവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 സ്ട്രക്ചർ മെമ്പേഴ്സ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടൈം എന്ന് പറയുന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഹവേഴ്സ് മിനിറ്റ്സ് സെക്കൻഡ്സ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് 2 സ്ട്രക്ചർ വേരിയബിൾസിനെയും ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇപ്പൊ സ്ട്രക്ട് ടൈം നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ അകത്ത് 3 മെമ്പേഴ്സിനെ കൊടുത്ത് ഹവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. ദെൻ നമ്മൾ അവർ പറഞ്ഞേക്കുന്ന പോലെ ടൈപ്പ് സ്ട്രക്ട് ടൈം വെച്ചിട്ട്, അതായത് ടൈം വെച്ചിട്ട് 2 വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് കറന്റ് ടൈം, നെക്സ്റ്റ് ടൈം.
ഇപ്പൊ ടൈം, സ്പേസ്, കറന്റ് ടൈം, നെക്സ്റ്റ് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിന്റെ പേരാണ്. അപ്പൊ ആ ടൈം എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ 2 സ്ട്രക്ചർ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കണ്ടത്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഒപ്പം തന്നെ കറന്റ് ടൈം, നെക്സ്റ്റ് ടൈം എന്ന് കൊടുത്താൽ അങ്ങനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററില് ഇനി അങ്ങോട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ റെഫർ ചെയ്തപ്പോഴത്തേക്കും മിക്കതും എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. ഹോപ്പ് എവരിതിങ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.